ഹായ് വ്യൂവേഴ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് കേട്ടോ. ഇന്നത്തതും ഒരു സെയിൽ വീഡിയോ ആണ് കേട്ടോ. അഡീനിയം പ്ലാന്റ്സ് തന്നെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിന് മുന്നേതാ നമ്മുടെ കർണ വെറൈറ്റിയിൽ വന്ന ഫ്ലവർ ഒന്ന് കാണിച്ചു തരാം. ഇത് മൂന്നാമത്തെ ഫ്ലവറാണ് ഇപ്പോൾ വിരിഞ്ഞ് നിൽക്കുന്നത്. ഈ വന്ന് നിൽക്കുന്നത് 5ാമത്തെ ബെഡാണ്. ഈ 4ാമത്തെ ഒരു ബെഡ് വിരിയാറായി നിൽക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ രാസവളങ്ങളൊന്നും കൊടുക്കാതെ തന്നെ നമുക്ക് ഫ്ലവർ വന്നിട്ടുണ്ട് കേട്ടോ. വീട്ടിലൊക്കെ ഇങ്ങനെ താമര പോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഈ രീതിയിലൊക്കെ ഒന്ന് പോട്ട് ചെയ്താൽ നല്ല രീതിയിൽ തന്നെ റിസൾട്ട് കിട്ടും കേട്ടോ. ഞാൻ എങ്ങനെയാണ് താമര പോട്ട് ചെയ്തതെന്നുള്ളതിൻ്റെ വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാൻ ആഗ്രഹമുള്ളവർ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. അഭിപ്രായം പറയണേ. പിന്നെ എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോസ് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ അഡീനിയം പ്ലാന്റ്സിൻ്റെ സെയിൽ വീഡിയോ തന്നെയാണ്. 180 റുപ്പീസിൻ്റെ പ്ലാന്റ്സ് ആയിരുന്നു കഴിഞ്ഞ വീഡിയോസിലൊക്കെ നമ്മൾ കൊടുത്തത്. ഇനി കുറച്ചുകൂടെ വലിയ പ്ലാന്റ്സ് അവൈലബിൾ ആണ്. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ 250 മുതലാണ് റേറ്റ് വരുന്നത്. മറ്റേ 180 റുപ്പീസിൻ്റെ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ 1 ഇയർ ആയ പ്ലാന്റുകളായിരുന്നു എല്ലാം കൊടുത്തത്. ഇനി കൊടുക്കാൻ പോകുന്നത് 2 ഇയർ ആയ പ്ലാന്റ്, 2 ഇയറും 2 ഇയർ ആൻഡ് എബോവ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല സൈസൊക്കെ ഉള്ള പ്ലാന്റുകളുണ്ട്. എല്ലാ വെറൈറ്റീസിലും ഓവർ സൈസൊന്നുമില്ല. ചില വെറൈറ്റീസിൽ അത്യാവശ്യം നല്ല സൈസിലുള്ള പ്ലാന്റുകളുണ്ട്. അപ്പോൾ 250ൻ്റെ പുറത്തേക്ക് റേറ്റ് വരാം കേട്ടോ. പ്ലാന്റിൻ്റെ സൈസ് അനുസരിച്ച് റേറ്റിൽ വ്യത്യാസം ഉണ്ടാവുക. അപ്പോൾ പ്ലാന്റ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകളാണ് നമുക്ക് കൊടുക്കാനുള്ളത്. ഇതൊക്കെ 250 മുതൽ വരുന്ന പ്ലാന്റുകളാണ്. അത്യാവശ്യം നല്ല സൈസ് തന്നെ ഉണ്ട്. ഒരുപാട് വെറൈറ്റീസ് അവൈലബിൾ അല്ല. വീഡിയോസിൽ നമ്മൾ കാണിക്കുന്നുണ്ട് ഏതൊക്കെയാണ് പ്ലാന്റ് എന്നുള്ളത്. 180ലായിരുന്നു നമുക്ക് 41+ വെറൈറ്റീസ് ഉള്ളത്. ഇതിൽ അത്ര തന്നെ അല്ല. ഇതൊക്കെയാണ് 180ൻ്റെ പ്ലാന്റ്സ് ബാക്കിയുള്ളത്. ബാക്കിയുള്ള എല്ലാം നമ്മൾ സെയിലായിപ്പോയി. അത്രയധികം പ്ലാന്റ്സ് ഉണ്ടായിരുന്നു. ഇനി ആകെ ഈ കാണുന്ന പ്ലാന്റ്സുകൾ മാത്രമേ സ്റ്റോക്കുള്ളൂ കേട്ടോ. വേണ്ടവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാം. ഇതൊക്കെ ആയിരിക്കും കേട്ടോ പ്ലാന്റിൻ്റെ സൈസുകൾ വരുന്നത്. ഇതൊക്കെ 2 വർഷത്തിൽ കൂടുതലായ പ്ലാന്റുകളാണ്. അപ്പോൾ നിങ്ങൾ ഓർഡർ ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ പ്ലാന്റിൻ്റെ പിക്ക് ഇട്ട് തരും. അത് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം കൺഫേം ചെയ്യുക കേട്ടോ. പിന്നെ വേറൊരു കാര്യം പ്രത്യേകമായിട്ട് പറയാനുള്ളത്, നിങ്ങൾ കൺഫേം ചെയ്തിട്ട് പിന്നെ മെസ്സേജ് അയച്ചാലോ കോൾ ചെയ്താലോ ഒന്നും എടുക്കാണ്ട് നിൽക്കരുത്. അത് ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. 1-2 കേസ് മാത്രം, ഇത്രയും ഓർഡർ വന്നതിൽ 1-2 കേസ് മാത്രമേ അങ്ങനെ വന്നിട്ടുള്ളൂ. എന്നാൽ പോലും ഞാൻ പറയുകയാണ്, അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം നിങ്ങൾക്ക് ആ പ്ലാന്റ് വേണോ വേണ്ടയോ എന്ന് ഉറപ്പ് പറയാത്ത സ്ഥിതിക്ക് പൈസ അയച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ നമുക്ക് വേറൊരു ഓർഡറും ക്യാൻസലായി പോവുകയാണ്. നിങ്ങൾക്ക് വേണ്ടി പ്ലാന്റ് ഞങ്ങൾ മാറ്റി വെക്കുകയും ചെയ്യും. എന്തെങ്കിലും കാരണം കൊണ്ട് നിങ്ങൾക്ക് ആ പ്ലാന്റ് വേണ്ടാന്നാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ആ റിപ്ലൈ തന്നാൽ മതി. ഇനിയിപ്പോൾ പ്ലാന്റ് വേണമെന്ന് പറഞ്ഞൊരു കേസ് ആയിക്കോട്ടെ, നിങ്ങൾക്കിനി വേണ്ടാന്നാണെങ്കിൽ അത് വേണ്ടാന്നുള്ളത് നമുക്കൊന്ന് കൺഫേം ചെയ്ത് തരാം കേട്ടോ. അത് വളരെ ഉപകാരമായിരിക്കും. ഇനിയുള്ള കേസുകളിൽ അത് ശ്രദ്ധിക്കുമെന്ന് വിചാരിക്കുന്നു. വെറും 2 കേസിലേ നമുക്കത് വന്നിട്ടുള്ളൂ. പക്ഷേ അവരത് പിന്നെ ക്ലാരിഫൈ ചെയ്തു കേട്ടോ. കുഴപ്പമില്ല, ഹോസ്പിറ്റൽ കേസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നതാണ്. പക്ഷേ നമുക്കിതൊന്നും അറിയാൻ പറ്റില്ല. നിങ്ങൾ പറഞ്ഞാൽ മാത്രമേ നമുക്കത് അറിയാൻ പറ്റുള്ളൂ. നമ്മൾ വിളിക്കും, മെസ്സേജ് അയക്കും, മെസ്സേജൊക്കെ റീഡ് ആക്കുന്നുണ്ട്, കോള് ഫുള്ള് റിങ്ങിങ് ആണ്, എടുക്കുന്നില്ല. അപ്പം നമ്മൾ എന്താ വിചാരിക്കുക, അവർക്ക് പ്ലാന്റ് വേണ്ടായിട്ടായിരിക്കും തന്നെയായിരിക്കും വിചാരിക്കുക. അങ്ങനത്തെ സാഹചര്യങ്ങളിൽ എന്തെങ്കിലും ഒരു റിപ്ലൈ തരിക. പ്ലാന്റ് വേണ്ടാന്നാണെങ്കിൽ വേണ്ട, വെയിറ്റ് ചെയ്യണം എന്നാണെങ്കിൽ വെയിറ്റ് ചെയ്യുക. നമ്മൾ പ്ലാന്റ് അങ്ങനെ ഓർഡർ ചെയ്ത പ്ലാന്റുകൾ കുറേ അങ്ങനെ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം റിപ്ലൈ തന്നാൽ മതി, എന്താണെന്ന് നമുക്ക് മനസ്സിലായാൽ മതി കാര്യം. ഓക്കെ, ഇനിയുള്ള കേസുകളിൽ അങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ ഒരു കാര്യം പ്രത്യേകമായിട്ട് പറയാനുള്ളത്, കോള് മാക്സിമം ഒഴിവാക്കുക കേട്ടോ. ഒരുപാട് കോള് വരാറുണ്ട്. എല്ലാതും നമ്മൾ വീഡിയോ പറഞ്ഞ കാര്യങ്ങൾ തന്നെ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന കോൾസാണ് അധികം വരുന്നത്. നമുക്ക് ഭയങ്കര സമയനഷ്ടമാണ്. മെസ്സേജ് ആണെങ്കിൽ നമുക്ക് സ്റ്റോക്ക് നോക്കി റിപ്ലൈ ഇങ്ങനെ കൊടുക്കാവുന്നതേ ഉള്ളൂ. കോളാകുമ്പോൾ ഇങ്ങനെ റേറ്റ് എത്രയാ, അതെത്ര എങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അതൊക്കെ നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്, പറയുന്നുണ്ട്. ഇനി പോരാത്തതിന് അവർ പറയുന്ന പ്ലാന്റ് നമ്മൾ സെലക്ട് ചെയ്തിട്ട് പിക്ക് ഇട്ട് കൊടുത്തിട്ട് ഓക്കെ ആണെന്ന് പറയുന്നത് മാത്രമേ നമ്മൾ ഓർഡർ ആക്കുന്നുള്ളൂ. അത്രയും ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് കുറേ സമയം വേസ്റ്റായി പോവുകയാണ്. അപ്പോൾ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. കോള് മാക്സിമം ഒഴിവാക്കുക. വാട്സപ്പിൽ മാത്രം കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ. അതിനകത്ത് എല്ലാ ഡീറ്റെയിൽസും നമ്മൾ നിങ്ങൾ ചോദിക്കുന്നതൊക്കെ പറഞ്ഞിരുന്നതാണേ. പിന്നെ പ്ലാൻസ് വേണ്ടവർ പെട്ടെന്ന് തന്നെ ഓർഡർ ആക്കുക കേട്ടോ. കാരണം ഒരുപാട് ഓർഡർ വരുന്നതുകൊണ്ട് കുറച്ചൊക്കെ റിപ്ലൈ തരാൻ ലേറ്റ് ആവും. ഒന്ന് ക്ഷമിക്കുക. വേറെ ഒന്നും കൊണ്ടല്ല, എല്ലാത്തിനും നമ്മൾ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. പക്ഷേ കുറച്ചൊക്കെ ഡിലേ വരാറുണ്ട്. സ്റ്റോക്ക് ഉണ്ടോ എന്ന് നോക്കാൻ കുറച്ച് ടൈം എടുക്കും. കാരണം അങ്ങനെ ഓർഡർ വരുന്നതുകൊണ്ടാണ്. എന്തായാലും റിപ്ലൈ തരും. വെയിറ്റ് ചെയ്യാൻ പറഞ്ഞാൽ എന്തായാലും നിങ്ങൾക്ക് റിപ്ലൈ വന്നിരിക്കും കേട്ടോ. പിന്നത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എല്ലാവരും ഫ്ലവർ ഉള്ള പ്ലാന്റുകളാണ് ചോദിക്കുന്നത്. എല്ലാ പ്ലാന്റിലും ഫ്ലവർ ഇല്ല. പിന്നെ
ബഡ് വന്ന പ്ലാന്റുകളുണ്ട്. ചിലതിലൊക്കെ ഫ്ലവർ ഉണ്ട് കേട്ടോ. ഈ വൈറ്റ് കളർ പ്ലാന്റിലൊക്കെ അധികം ഫ്ലവർ ഉണ്ട്. പിന്നെ വേറെയും കുറച്ച് വെറൈറ്റിയിലൊക്കെ ഫ്ലവർ ഉണ്ട്. പക്ഷേ എല്ലാത്തിലും ഫ്ലവർ ഇല്ല. എല്ലാവർക്കും അതുകൊണ്ട് ഫ്ലവറുള്ള പ്ലാന്റുകൾ തരാൻ സ്റ്റോക്കില്ല കേട്ടോ. 180-ൻ്റെതും അതെ, 250-ൻ്റെതും ഒക്കെ അതെ കേട്ടോ. പിന്നെ ആദ്യം ഓർഡർ ചെയ്യുന്നവർക്കായിരിക്കും ഈ ഫ്ലവറൊക്കെ ഉള്ള പ്ലാന്റ് നമ്മൾ മാറ്റി വെക്കുക കേട്ടോ. പിന്നെ ഇതാണ് കേട്ടോ നമ്മുടെ അടുത്ത് സ്റ്റോക്കുള്ള പ്ലാന്റ്സ്.